ഇലക്ട്രോണിക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാനൊരു പുതിയ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സ്പെക്ട്രം അനലൈസർ, വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള സാധനം. അതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു ചെറിയ ഇനിഷ്യൽ ടെസ്റ്റിങ്ങുമാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഇതാണ് 20 dB ഇതാണ് നമ്മുടെ സ്പെക്ട്രം അനലൈസർ, നമ്മുടെ പുതിയ ഇൻസ്ട്രുമെൻറ്റ്. എല്ലാവർക്കും അറിയാമായിരിക്കും, സ്പെക്ട്രം അനലൈസർ RF ബന്ധപ്പെട്ട് നമുക്ക് RFൻ്റെ ഒക്കെ പവർ മെഷർ ചെയ്യാനായിട്ടൊക്കെ അത് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ലൊരു ക്വാളിറ്റി ഒക്കെ കാണുന്നുണ്ട് ബോക്സിനൊക്കെ ആയിട്ടായാലും. ഇത് ടൈനി എസ്ഐയുടെ അൾട്രാ പ്ലസ് മോഡലാണ് കേട്ടോ. ഇത് 100 kHz തൊട്ട് 7.3 GHz വരെ ഇത് സപ്പോർട്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും 7.3 GHz വരെയുള്ളൊരു സാധാരണ നല്ല സ്പെക്ട്രം അനലൈസർ വാങ്ങിക്കണമെങ്കിൽ ലക്ഷങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പം ഇതിന് ഏകദേശം 210 യൂറോ, അതായത് ഏകദേശം 20,000 രൂപയാണ് വിലയായത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ യൂസേജ് എങ്ങനെയുണ്ട്, അതുപോലെ ഇത് നമുക്ക് എത്രമാത്രം ഉപയോഗപ്രദമാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ RF ബന്ധപ്പെട്ട് പരീക്ഷണങ്ങൾ നടത്തുന്നവർക്കും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നവർക്കും ഹോബി പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നവർക്കും ഇത് പക്ഷേ ഉപകാരപ്രദമായിരിക്കും. നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്പെക്ട്രം അനലൈസർ, ചെറിയ പ്ലാസ്റ്റിക് കവർ, എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബോക്സിൽ ചെറിയ കാർഡ്ബോർഡ് വിത്ത് അവരുടെ ലോഗോ, QR കോഡ്, വെബ്സൈറ്റ്, USB കേബിള്, ചാർജിങ് പ്ലസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളത്, ഒരു SMA അഡാപ്റ്റർ വിത്ത് ഒരു ആൻറ്റിന, ഒരു ടാഗ്, ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ 2 SMA കേബിള്. ഇത്രയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇതാണ് നമ്മുടെ സ്പെക്ട്രം അനലൈസറിൻ്റെ കൂടെ വന്ന സാധനങ്ങൾ. ആദ്യം ഇതൊന്ന് നോക്കാം. നോക്കിയിട്ട് കൊള്ളാം. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പം ഞാനിതിൻ്റെ മറ്റുള്ള ക്വാളിറ്റികളൊന്നും റിവ്യൂ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ യൂസേജ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇവിടെ എഴുതിയിട്ടുണ്ട് 100 kHz 900 MHz ആണ് നോർമൽ റേഞ്ച്. അൾട്രാ മോഡലാണ് ഇത്. ശരിക്കും 900 തൊട്ട് 7.3 GHz വരെ പോകുന്നത്. ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽറ്റ് ബാറ്ററി ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫീൽ ചെയ്ത് കളയാം. ഒന്ന് പവർ ഓൺ ചെയ്തിട്ടോ. പവർ ഓൺ ആയിട്ടുണ്ട്. കൊള്ളാം. ഡിസ്പ്ലേ ഒക്കെ സാധാ സ്പെക്ട്രം അനലൈസറിൽ കാണുന്നതിലുള്ള പോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു. മാക്സിമം 10 dB പവർ ഇൻപുട്ട് പവർ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ കൊടുക്കണമെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ അറ്റൻവേറ്റർ യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇത് വാങ്ങിച്ചതിൻ്റെ കൂടെ ഒരു എക്സ്റ്റേണൽ അറ്റൻവേറ്റർ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ വാങ്ങിച്ചൊരു 20 dB അറ്റൻവേറ്ററാണ്. അപ്പോൾ എനിക്കൊരു BLE ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനത് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ BLEയുടെ ഔട്ട്പുട്ട് 20 dB പവർ ആയതുകൊണ്ട് ഞാനൊരു 20 dB അറ്റൻവേറ്റർ വാങ്ങിച്ചിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ആദ്യമേ തന്നെ കാലിബ്രേറ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കിത് കാലിബ്രേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് SMA കേബിൾ വേണം. അപ്പോൾ അവർ തന്നെ ഓൾറെഡി 2 SMA കേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു SMA കേബിൾ നമ്മൾ കാൽക്കുലേഷൻ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തു. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം.
കാലിബ്രേഷനായിട്ട് മോഡ് ഓക്കെ സ്പെക്ട്രം റോൾ ഡിഫോൾട്ടാണ്. ഓക്കെ ലെവൽ കാലിബ്രേഷൻ നമ്മൾ ഇതിനകത്ത് ലെവൽ കാലിബ്രേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് യൂസേജ് വരുന്നതെല്ലാം കാലിബ്രേറ്റ് 100 kHz to 7.3 GHz ആണ്. അപ്പോൾ നമുക്കത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. കാലിബ്രേറ്റ് ഓക്കെ കാലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കുമായിരിക്കും. എല്ലാ ഫ്രീക്വൻസീസ് ആദ്യം അപ് ടു 1 MHz ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു സ്പെക്ട്രം അനലൈസർ വളരെ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം ഇത് എത്രമാത്രം നമുക്ക് ഉപകാരപ്രദമായിരിക്കുന്ന കാര്യം. ഇപ്പോൾ ബീലി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്പെക്ട്രം അനലൈസർ ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് തന്നെ ഈ ബീലി കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്പെക്ട്രം അനലൈസറിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമുക്ക് ലക്ഷങ്ങൾ മുടക്കിയിട്ട് സ്പെക്ട്രം അനലൈസർ വാങ്ങിച്ചിട്ട് ഒരു സാധാരണ ഹോബി പ്രൊജക്റ്റോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രൊജക്റ്റുകളോ നമ്മൾ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. സാധാരണ ആവശ്യങ്ങൾക്ക് ഈ സ്പെക്ട്രം അനലൈസർ വളരെ കൺവീനിയൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ കാലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ ടച്ച് കണ്ടിന്യൂ ഓക്കെ വന്നു. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഒരു BLE ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാണ്ടൊരു BLE ഓൾറെഡി ഒരു BLE പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ പവർ ഒന്ന് മെഷർ ചെയ്യണം. അതാണ് ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഡിസൈൻ ചെയ്തൊരു BLE ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ എത്രമാത്രം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ഞാനൊരു സ്പെക്ട്രം അനലൈസർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ലോ കോസ്റ്റ് ആയിട്ടുള്ള സാധനം കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് 20 dBm ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൊരു അഡ്മിറ്റർ വാങ്ങിച്ചത് 20 dBmൻ്റെ. ഇതിന് ഏകദേശം 1000 രൂപയോളം വിലയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഞാനൊരു ഫേംവെയർ ബേൺ ചെയ്തിട്ടുണ്ട്. ഒരു BLEയുടെ ഫേംവെയർ അഡ്വർടൈസ്മെൻറ്റ് മോഡിൽ ബേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തുമാത്രം പവർ ഇത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സോട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു UFL to SMA കേബിൾ വേണം. അപ്പോൾ ഇത് ഓൾറെഡി ഇൻറ്റേർണൽ ആൻറ്റിനയും ഒരു UFL കണക്ടറും ഉണ്ട്. രണ്ടും പാരലൽ കണക്ട് ചെയ്തിട്ടുണ്ട്. തന്നെയല്ല ഇത് ഫീമെയിലാണ്, ഇവിടുത്തേതും ഫീമെയിലാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യാണ്ട് ഞാനൊരു അഡാപ്റ്റർ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ AliExpressൽ നിന്ന് വാങ്ങിച്ചതാണ്. സാധാരണ എനിക്കിത് മെയിൽ ടൈപ്പ് കിട്ടിയില്ല, അതുകൊണ്ട് കിട്ടിയത് പെട്ടെന്ന് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചതേ ഉള്ളൂ. ഞാനൊരു സെറ്റ് ഓഫ് അഡാപ്റ്റേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ഏത് രീതിയിലും ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് വേണ്ടത് മെയിൽ ടു മെയിലാണ്. അപ്പോൾ അഡാപ്റ്റർ ഞാൻ എടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് കണക്ട് ചെയ്യണം. ഇനി അറ്റനായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ 20 dBm ഇൻപുട്ട് പവർ കൊടുത്താൽ നമുക്ക് ഇപ്പോൾ വരുന്നത് 0 dBm ആയിരിക്കും. അപ്പോൾ 30 dBm വരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ 20 dBm വരെ കൊടുത്താൽ മതി. കാരണം എബോവ് 10 dBm കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ സർക്യൂട്ട് ഫെയിലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് അഡാപ്റ്റർ വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇൻപുട്ട് സെഷൻ. ഇനി ഞാൻ ബോർഡിലോട്ടൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് വേൾഡിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഡിവൈസ്. അപ്പോൾ ഞാനിത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് കോഡ് ഉണ്ടാക്കി ഒന്ന് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടെ കാണിക്കണം. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫ്രീക്വൻസി അതിന് മുമ്പ് ഇത് അൾട്രാ മോഡ് എനേബിൾ ചെയ്യണം കേട്ടോ. വിട്ടുപോയി. അൾട്രാ മോഡ് എനേബിൾ ചെയ്യാൻ കോൺഫിഗറേഷൻ റിമൂവ് ചെയ്യണം. ദെൻ മോഡ് ഓക്കെ എനേബിൾ അൾട്രാ മോഡ്. അപ്പോൾ എനേബിൾ അൾട്രാ മോഡ് വിസിറ്റ് ഓക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ അന്ന് ടെസ്റ്റ് ചെയ്തത് 4321 ആണെന്ന് തോന്നുന്നു. നോക്കാം. അതെ അത് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മളിത് അൾട്രാ മോഡിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ബാക്കി പോയി ഫ്രീക്വൻസി എടുത്ത് നമുക്ക് 2.4 GHz 2.4 GHz വന്നു. നമുക്ക് സ്പാൻ ഒരു 50 MHz ഓർക്കാം. അതിനുശേഷം നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. എത്രയാണ് ശരിക്കും അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് ഞാനിപ്പോൾ ഓർക്കണില്ല. അതിനുശേഷം നമ്മൾ ബാക്ക്
പോയിട്ട് ട്രേസിനകത്ത് കാൽക്ക് ഓഫ് അത് മാക്സ് ഹോൾഡർ ഉണ്ട്, എന്നാലും നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് വരുന്ന സിഗ്നലിനെ ക്യാപ്ചർ ചെയ്തിട്ട് അവിടെ എത്ര മാത്രം പവർ ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് വരുന്ന പവർ. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് ക്യാപ്ചർ ഭയങ്കര പെട്ടെന്നായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നടക്കുന്നുണ്ട്, ട്രാൻസ്ഫറിലൂടെ കാണാം. ഓക്കെ, അതെ ഞാനിതിൻ്റെ റിയൽ ടൈം ബാൻഡ് വിഡ്ത്ത് ഒന്ന് കൂട്ടി നോക്കട്ടെ. ചിലപ്പോൾ ഇത് എത്ര കിടക്കാമെന്ന് എനിക്കറിയില്ല. ഫ്രീക്വൻസി റിയൽ ടൈം ബാൻഡ് വിഡ്ത്ത് ഓട്ടോയാണ്, അപ്പോൾ അത് ഞാനൊരു ഇച്ചിരി കൂട്ടിയിട്ട് ചിലപ്പോൾ ഇച്ചിരി സാമ്പിളിങ് കിട്ടുമായിരിക്കും. ഇപ്പോൾ 8 dBm ആണെങ്കിൽ ഓക്കെ. ഇതിനകത്ത് 1-2 സെറ്റിങ്സ് ഉണ്ട്, അത് ഞാൻ ഓർത്തില്ല. ഞാൻ പെട്ടെന്നൊരു ഇതിപ്പോൾ നമുക്കിതിൻ്റെ ലെവലൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ലെവൽ സെറ്റ് ചെയ്യാനായിട്ട് ലെവൽ എടുത്തിട്ട് ഓക്കെ, അറ്റ്നേഷൻ മാനുവൽ, നമുക്ക് എക്സ്റ്റേണൽ അറ്റ്നേഷൻ വേണ്ട. അപ്പോൾ നമുക്കൊരു 0 അറ്റ്നേഷൻ കൊടുക്കാം, എൻ്റർ ചെയ്തു. പിന്നെ ഓൾറെഡി നമ്മൾ എക്സ്റ്റേണലി 20 dBm പവർ അറ്റ്നേഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നമ്മളൊന്ന് സെറ്റ് ചെയ്യണമായിരിക്കും. എക്സ്റ്റേണൽ ഗെയിൻ ഓക്കെ -20 dBm കൊടുത്തു. ഇനി ചിലപ്പോൾ പ്രോപ്പറായിട്ട് കാണിക്കേണ്ടതാണ്. ഓക്കെ, ഇത് നമുക്കൊരു 2.9 വരെ കിട്ടി. അപ്പോൾ ഇത് ഓൾറെഡി 8 dBm ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഞാനത് മോഡിഫൈ കാര്യമായിട്ട് ചെയ്തില്ല. അപ്പോൾ ഡീഫാൾട്ട് 8 dBm ആണ് ബീലിയുടെ ഔട്ട്പുട്ട് പവർ. തന്നെയല്ല, ഇവിടെ ഓൾറെഡി ഒരു ആൻറ്റന ഉണ്ട്. ഈ ബീലിൽ ഈ ആൻറ്റന ഞാൻ എക്സ്റ്റേണലി ഒരു ഓൺബോർഡ് PCB ആൻറ്റനയുണ്ട്, അതും ഈ UFL കണ്ടറും പാരലി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പവർ ഇതിൽ റേഡിയേറ്റ് ചെയ്ത് പോകും, കുറച്ച് ഇതിൽ വരും. തന്നെയല്ല ഇതിൻ്റെ ഈ കേബിൾ ലോസുകളൊക്കെ ഉണ്ടാകും. ഈ അക്യുമുലേറ്റർ വഴിയുള്ള ലോസുകളൊക്കെ ഇതിനകത്ത് കൺസിഡർ ചെയ്യും. അതെത്രയാണെന്ന് ഇപ്പോൾ നമുക്ക് അറിയത്തില്ല. ശരിക്കും നമ്മൾ ആ വാല്യൂ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഇത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നോൺ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ അതിവിടെ ഫീഡ് ചെയ്തിട്ട് ഈ ആൻറ്റനയുടെ ഇവിടെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കേബിൾ ലോസ് കരയും കൃത്യമുള്ള വാല്യൂ കിട്ടും. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇത് ഇതേപോലെയാണ് വരേണ്ടത്, ഇങ്ങനെ ഒരു ഷേപ്പിൽ വരണം. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇത് കരിയറല്ല ഞാൻ പമ്പ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ ഒരു ചാനലിൽ മാത്രമാണ് ഈ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സ്പാൻ കൂട്ടുവാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി ബെറ്ററായിട്ട് കിട്ടുമായിരിക്കും. അപ്പം ഞാനിത് വേണമെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെൻറ്റർ ഫിറ്റിന് സെറ്റ് ചെയ്ത ശേഷം എനിക്കിങ്ങനെ ഓക്കെ മാർക്ക് ടു സെൻറ്റർ, അതിനുശേഷം സ്പാൻ ഒരു 10 മെഗാ കൊടുത്ത് നോക്കാം, 10 മെഗാഹെർട്സ്. അപ്പോൾ കുറച്ചുകൂടെ ചിലപ്പോൾ ആക്യുറേറ്റായിട്ടും സ്പീഡിലും നമുക്കൊരു കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ബാൻഡ് വിഡ്ത്ത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തേക്കണം വന്നേക്കണുണ്ടോ. ഇത് ഓരോ ലൈനും ഓരോ അഡ്വർടൈസ്മെൻറ്റ് പാക്കറ്റ് ഇവിടെ റിസീവ് ചെയ്യുമ്പോൾ അതനുസരിച്ചാണ് ഷോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം 4.4 ആണ് മാക്സിമം റിസീവ് ചെയ്തേക്കുന്നത്, ഈ വിത്തൗട്ട് ലോസ് കൺസിഡർ ചെയ്യാതെ. ഇത് 8 dBm അടുത്ത് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ലോസ് ആയിട്ട് പോകുന്നതാവും. എനിക്ക് ശരിക്കും അറിയത്തില്ല ഇത് എത്രയാണ് ആക്ച്വൽ ട്രാൻസിറ്റ് പവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ സ്പെക്ട്രമൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫ്ലോട്ടായി വരുന്നുണ്ട്. ഇത് സാധാരണ ഒരു വില കൂടിയ സ്പെക്ട്രം അനലൈസറിലും ഇത് ഇതേപോലെ തന്നെ ആയിരിക്കും ഫ്ലോട്ട് ആവുന്നത്. അതായത് ഓരോ പാക്കറ്റ് കിട്ടുന്നതനുസരിച്ചിട്ടായിരിക്കും ഇത് ഫ്ലോട്ട് ചെയ്ത് വരുന്നത്. പക്ഷേ കുറച്ചുകൂടി സ്പീഡ് കാണുമായിരിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ റിയൽ ടൈം ബാൻഡ് വിഡ്ത്ത് ചിലപ്പോൾ 1 മെഗാഹെർട്സോ 2 മെഗാഹെർട്സോ ഒക്കെ ഉള്ളതാവും. അതനുസരിച്ച് വിലയും കൂടുതലായിരിക്കും. 1 ലക്ഷം എന്നുള്ളത് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ അങ്ങനെ ഭയങ്കര വിലയാണ്. പക്ഷേ ഞാൻ പൊതുവേ ഇത് വെച്ചിട്ട് ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ RF സെക്ഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എൻ്റെ ഹാർഡ്വെയർ സൈഡ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇനിയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റിങ് ഞാൻ നടത്തിയിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് അല്ലെങ്കിൽ എത്രമാത്രം ആക്യുറേറ്റ് ആണെന്നുള്ള കാര്യം ഞാൻ പറയാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, അതായത് ഉദ്ദേശിച്ച രീതിയിലുള്ള പെർഫോമൻസ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം. പക്ഷേ ഇതുവരെയുള്ള ഒരു ഫസ്റ്റ് യൂസിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് സോഫ്റ്റ്വെയർ PC ഉപയോഗിച്ചിട്ട് തന്നെ അതിനകത്ത് ഈ ഡിസ്പ്ലേ വന്ന് എല്ലാം റിയൽ ടൈമിൽ അവിടെ കാണാൻ പറ്റും. ഒന്നാലും ഇവിടെ കാണാം. പിന്നെ ഓൾറെഡി ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇത് ബാറ്ററി പവേർഡാണ്, നമുക്ക് ചാർജ് ആവശ്യത്തിന് ചെയ്യാം. ഇത് 2 അഡ്വർടൈസ്മെൻറ്റ് ചാനലായിട്ട് ഡേറ്റ വരുന്നതാണ് കേട്ടോ. ഞാനത് സ്പാൻ കൂട്ടിയിട്ടേ. ഇപ്പോൾ 100 മെഗാഹെർട്സ് ആണ് സ്പാൻ കിടക്കുന്നത്. അപ്പോൾ ഒരു ചാനലിൽ അത് ഏകദേശം
2.4216 GHz ഒരെണ്ണം വരുന്നുണ്ട്. ഇത് വേറൊരു ചാനൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റാണ്. അത് പ്രോപ്പറായിട്ടെല്ലാം കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് 20,000 രൂപയ്ക്ക് ഇത് അതിനുള്ളൊരു പെർഫോമൻസ് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. RF ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ലോ കോസ്റ്റ് സ്പെക്ട്രം അനലൈസർ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാമെന്ന് കരുതുന്നു. ഇതിന് വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതായത് നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഇതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാതെ ഇതിൻ്റെ കൂടുതൽ RF പവർ ചെയ്യുന്ന ഇതിന് ഇൻപുട്ട് സെഷൻ പോയി കഴിഞ്ഞാൽ നമുക്കിത് എത്രമാത്രം സർവീസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇതിനകത്ത് ഇൻപുട്ട് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നും കാണത്തില്ല. തന്നെയല്ല ചിലപ്പോൾ ഇത് എക്സ്റ്റേണൽ നോയ്സൊക്കെ പിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു പ്ലാസ്റ്റിക് പോലെ കാണുന്നുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ, ഈ കേസിങ്. നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം യൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും അഡ്വർടൈസ്മെൻറ്റ് നടക്കുന്നുണ്ട്, ആ പാക്കേജിലൂടെ ഓരോന്നായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വാങ്ങിച്ചേക്കനെയാണ്. അപ്പോൾ ഇത് എത്രമാത്രം പ്രൊഫഷണൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള സ്പെക്ട്രം അനലൈസറെല്ലാം അജലിൻ്റെ ഒക്കെ സ്പെക്ട്രം അനലൈസേഴ്സാണ്. അത് ഭയങ്കര എക്സ്പെൻസീവായ സാധനമാണ്. നമുക്ക് ഒരിക്കലും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഏതായാലും നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും സ്പെക്ട്രം അനലൈസർ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെങ്ങനെയുണ്ട് പെർഫോമൻസ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി.